സംസ്ഥാന ബജറ്റിലെ നികുതി വർധനവിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പിണറായി ഭരണത്തിൽ കേരളം ചെകുത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലെ നികുതി കൊള്ളയ്ക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനെതിരെയുമുള്ള പ്രതിഷേധ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തുടനീളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണാസമരം നടത്തിയത്. KPCCയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും സമരവുമായി രംഗത്തിറങ്ങി. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബല്ല വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കുടുംബത്തിനും പാർശ്വവർത്തികൾക്കും വേണ്ടി അഴിമതിയും ധൂർത്തും നടത്തി ഭരിക്കുന്ന പിണറായി വിജയൻ ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന കേരളത്തെ ചെകുത്താന്റെ സ്വന്തം നാടാക്കി മാറ്റിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. PSC അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്വന്തം പാർട്ടി നോമിനികൾക്ക് ലക്ഷങ്ങൾ വാരിക്കോരി നൽകുന്ന ഇടതുഭരണം ജനങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരമായി മാറിയെന്നും രമേശൻ കരുവാച്ചേരി അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, കൊറോണ കാലഘട്ടത്തിൽ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ഒരു പഞ്ചായത്ത് വാർഡുകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ട് സാധാരണ ആരും കടന്നു ചെല്ലാൻ പറ്റാത്ത സമയത്ത് പോലും ഓരോ വീടുകളിലും അവിടെ കൊറോണ രോഗിയുണ്ടോ, കൊറോണ രോഗിക്ക് എന്ത് സഹായം വേണം, അവരുടെ ഡാറ്റകൾ ശേഖരിക്കുന്ന ആ ആശാ വർക്കർമാർക്ക് അർഹമായ വേതനം പോലും കൊടുക്കാൻ പറ്റാതെ ഒരു സർക്കാരാണ് കേരളം വെച്ചുകൊണ്ടിരിക്കുന്നത്. 10 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കറും പ്രിയപ്പെട്ട സഹോദരിമാരും അമ്മമാരൊക്കെ അവിടെ സമരം നടക്കുക. ആ സമരം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാതെ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതേപോലെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും പറഞ്ഞെന്താ ഇതൊക്കെ കള്ളത്തരെന്ന. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മറ്റ് നേതാക്കളായ M കുഞ്ഞികൃഷ്ണൻ, V ഗോപി, KK ബാബു, ഡോക്ടർ ടിറ്റോ ജോസഫ്, ബഷീർ ആറങ്ങാടി, PV തമ്പാൻ, പ്രവീൺ തോയമൽ, അനിൽ വാഴുന്നോറടി, H ഭാസ്കരൻ, ചന്ദ്രൻ ഞാണിക്കടവ്, KP മോഹനൻ, NK രത്നാകരൻ, C ശ്യാമള, AV കമ്മാടത്തു, ശ്രീദേവി, VV ശോഭ, സൂര്യപ്രഭ, പ്രീത, സരോജ തുടങ്ങിയവർ സംസാരിച്ചു. കൂക്കൽ സുകുമാരൻ സ്വാഗതവും രാജൻ ഐങ്ങോത്ത് നന്ദിയും പറഞ്ഞു. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കാസർഗോഡ് DCC അംഗം CV ഭാവനൻ ഉദ്ഘാടനം ചെയ്തു. സേവന മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങി കച്ചവട താൽപര്യത്തോടുകൂടി സർക്കാർ എന്നുള്ളതിന് പകരം ഒരു കൊള്ളക്കാരായി മാറിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ, സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള നികുതി വർധനവാണ് ഈ ബഡ്ജറ്റിലൂടെ ഇടതുപക്ഷ മുന്നണി ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിരാമനേക്കാൽ അധ്യക്ഷനായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രവീന്ദ്രൻ കടപ്പുറം, P ബാലകൃഷ്ണൻ വള്ളിക്കോത്ത്, വാർഡ് പ്രസിഡന്റ് SK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗദ്ദാഫി മൂലക്കണ്ടം സ്വാഗതവും ട്രഷറർ രാജീവൻ വള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.